ആൾക്കാർ കാണാൻ കേട്ടോ എലിക്കുട്ടിയുടെ ഉടക്കൊക്കെ കണ്ടോ ശരിക്കും. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക്, ഷെയറും കമൻറ്റ് നൽകുന്നതിനൊപ്പം കമൻറ്റ് ബോക്സ് ഇടത്തേക്ക് സ്ക്രോൾ ചെയ്ത് ഹൈപ്പ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വീഡിയോകളെ സപ്പോർട്ട് ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. എന്നെ സാറിനല്ലോ ഉള്ള പാലായും ലൈറ്റും പാലും എല്ലാം ഇട്ട് വെച്ചാൽ വഴക്ക് പറഞ്ഞ് അങ്ങനെ വീട്ടിൽ മേടിക്കുന്നേ ചുമ്മാ പറഞ്ഞേ അവരെ ഇടിക്കണമെന്നുണ്ട് നിന്റെ സ്ഥാനത്ത് ഇതിനെ എല്ലാവർക്കും അറിയാവോ? എനിക്ക് മാത്രമല്ലേ അറിയത്തില്ല, ഇനി മക്കൾക്കും അറിയാം ആരാന്ന്, വേറെ ആർക്കും അറിയത്തില്ല കേട്ടോ. മക്കളെന്ന് പറഞ്ഞ സ്വന്തം പെറ്റ മക്കളെ കുറിച്ച് അവിടെ ചോമോനോടാണ് ഞാൻ എപ്പോഴാ അച്ഛന്മാരും എപ്പോഴാ വരുമെന്നൊന്നും അറിയത്തില്ല. അച്ഛന്മാരൊന്നും പറഞ്ഞാൽ വരികയില്ല, എല്ലായിടത്തും മുറിച്ച് വരണ്ടേ. എത്ര സ്ഥലത്ത് പോയി മുറിച്ചാലാ? ഒന്നും മേടിച്ചിട്ടും ഇല്ലെന്ന് തോന്നുന്നു. മേടിക്കണോ? അപ്പാട്ടെ പാലാട്ടെ പാല് മേടിക്കണോ? ഉണ്ടാക്കുമല്ലേ? ഒന്നും ഉള്ള ലക്ഷണമില്ല. പാലുണ്ടാക്കുമല്ലേ? പാലുണ്ടാക്കുമല്ലേ? ആര്? പാലേ ഉണ്ടാക്കുമല്ലേ? പാലോ? അതുകൊണ്ട് അതൊക്കെ വരല്ലോ. പിന്നെ ഉള്ള കാര്യമൊക്കെ ഉണ്ട്. വേറെ എന്നാ? തേങ്ങ തരണ്ടിയോ? പാല് പിഴിയണ്ടേ? ചാച്ചനായിരുന്നു. അപ്പം ഉണ്ടാക്കി പോയി എലിക്കുട്ടി, അപ്പം ഉണ്ടാക്കി പോയി. അപ്പം ഉണ്ടാക്കാനേ അപ്പം മുറിക്കണേ, അപ്പം ഉണ്ടാക്കട്ടെ. ഞാൻ അപ്പം ഉണ്ടാക്കാം. ഞാൻ അപ്പം ഉണ്ടാക്കാം. പിന്നെ തിന്നണേ. എനിക്ക് എന്റെ വീട്ടിൽ ഉണ്ടായിക്കോളും. ആര്? എനിക്ക് അവിടെ ആളുണ്ട്. എന്നാ പോയി ഉണ്ടാക്കിക്കോ. പിന്നെ ആരാ മുറിക്കുക? പിന്നെ ഞാൻ അവിടെ ഇവിടെയൊക്കെ അപ്പം ഉണ്ടാക്കേണ്ട കാര്യം തന്നെ. കണ്ട കലിപ്പ് കണ്ടില്ല? കലിപ്പ് കൂട്ടി കണ്ടോ കലിപ്പ് കൂട്ടി. പിന്നെ ആരാ അപ്പം ഉണ്ടാക്കണേ? എനിക്ക് പേടിയാവുന്നേ. പിന്നെ ആരാ അപ്പം ഉണ്ടാക്കണേ? ഇവിടെ ആരാ അപ്പം ഉണ്ടാക്കണേ? നേരപ്പം ഞാൻ ആരോടും ഒന്നിനും വേണ്ടിയില്ലല്ലോ, ഇതിനെ പേടിക്കണം. പണ്ട് പോലെ ഉള്ളതാ. ഇവിടെ ആരാ അപ്പം ഉണ്ടാക്കണേ? നേരപ്പം എലിക്കുട്ടി, ഇവിടെ ആരാ അപ്പം ഉണ്ടാക്കണേ? ഇവിടെ ആരാ നേരപ്പം അപ്പം ഉണ്ടാക്കണേ? അപ്പം പെസാ വരാഴ്ചത്തെ അല്ല, ഇവിടെ ആരാ ഉണ്ടാക്കണെന്ന് പറഞ്ഞേ? ഇവിടെ ആരാ ഉണ്ടാക്കുന്ന? അതുണ്ടാക്കാൻ പ്രത്യേകിച്ച് ഒരാളും വേണ്ട. വേണ്ടേ? പിന്നെ എങ്ങനെ അപ്പം ആകുന്നത്? പ്രത്യേകിച്ച് ഒരാളും വേണ്ടെങ്കിൽ പിന്നെ എങ്ങനെ അപ്പം ആകും? പ്രത്യേകിച്ച് ആൾക്കാരൊന്നും വേണ്ടെങ്കിൽ അപ്പം ചുമ്മാ അപ്പം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു കഴിയുമ്പോ അപ്പം ഉണ്ടാവും. എലിക്കുട്ടി എന്താ എലിക്കുട്ടി ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്താ ശരിയാ, അതിനേക്കുള്ള സൗകര്യം ഉള്ളതൊക്കെ ചെയ്തോളൂ. ആണല്ലേ? ഇവിടെ ചെയ്യലിലും വെച്ച് ഒരു നഷ്ടവും വരാനുണ്ട്. ഇത് ഉടക്കാണ് ആൾക്കാർ കാണാൻ കേട്ടോ. എലിക്കുട്ടിയുടെ ഉടക്കൊക്കെ കണ്ടോ ശരിക്കും? ധാരാളം ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളാ ഓരോ സ്ഥലം, അവിടെയൊക്കെ ചെല്ലണം. അങ്ങോട്ട് പോയാലോ? ഇവിടെ ഇങ്ങനെ ഒരു എന്തെങ്കിലും നിക്കിയല്ലോ, ഇങ്ങോട്ട് പോരുവല്ലേ ഉള്ളൂ. പോയാലെങ്കിൽ ഒരു സ്ഥലത്തും നിക്കിയല്ലോ. ആര്? എലിക്കുട്ടി അവിടെ പോയാൽ നിക്കിയല്ലോ. എന്റെ വീടേ എന്ന് പറഞ്ഞിങ്ങോട്ട് ഓടിപ്പോരിയല്ലേ. എന്തെങ്കിലും അത്യാവശ്യമുള്ളപ്പോ പോയി. ഇവിടെ ആരപ്പം ഉണ്ടാക്കും? എലിക്കുട്ടിക്കൊന്നും ഉണ്ടാക്കാൻ പറ്റിയല്ല. ആവശ്യമുള്ള ഉണ്ടാക്കി തന്ന തിന്നു ഞാൻ. അച്ഛനെ അവിടെ വരണ്ടെന്ന് പറയാല്ലേ? ഇവിടെ അപ്പം ഒന്നും മുറിക്കുന്നില്ല, ഇവിടെ ആരും ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് ഉണ്ടാക്കാട്ടെ, അപ്പം ഉണ്ടാക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞ അപ്പം ഉണ്ടാവില്ല. പിന്നെ കടയിൽ പോയി മേടിച്ചോണ്ട് അറിയാമല്ലോ. അപ്പൊ അതിനായിട്ട് ഒരു ഒരുക്കം ഉണ്ടാക്കിയിട്ടില്ലല്ലോ. പിന്നെ എന്നതാ നീ ഒരുക്കണ്ടായിരുന്നു? നീ എന്നെ നോക്കിയിരിക്കുവായിരുന്നു. ഇനി പെസഹ വ്യാഴാഴ്ച അല്ലല്ലോ. അമ്മ പറഞ്ഞു കേട്ടില്ലേ? അമ്മയ്ക്ക് പെസഹ വ്യാഴാഴ്ച ശരിക്കും മനസ്സിലാക്കാൻ പറ്റിയോ? ആവശ്യമില്ലാതെ എന്നോട് വഴക്കുണ്ടാക്കും കേട്ടോ. പെസഹ വ്യാഴാഴ്ചയാന്ന് പറഞ്ഞു ഉള്ള ലൈറ്റും ഫാനൊക്കെ ഇട്ടാൽ ഞാൻ വഴക്ക് പറഞ്ഞു, അടി കൊടുക്കും പറഞ്ഞു. ഉത്തരവാദിത്തമില്ലല്ലേ? ഫാനിട്ട് വെച്ചിരിക്കും. ഒന്നും ശരിയായി നമുക്ക് ഉടക്കാം. നമുക്കൊക്കെ നമ്മുടെ വീട് വഴി നമുക്ക് രോമോനും അമ്മയും നമുക്കായി അല്ലെ. എന്നെ വീട് വഴിയുണ്ട്. രണ്ടുപേരും കൂടെ പൊക്കോ കേട്ടോ. രണ്ടുപേരും കൂടെ അങ്ങ് പൊക്കോ. ഞാനില്ല. രണ്ടുപേരും കൂടെ പൊക്കോ. ഞങ്ങള് പൊക്കോളാം. കേട്ടോ കേട്ടോ കേട്ടോ. അമ്മയ്ക്ക് അവിടെ അപ്പം ഉണ്ടാക്കാനുള്ള നിങ്ങളാരും വേണമെന്നില്ല. ആയിക്കോട്ടെ കേട്ടോ, ആയിക്കോട്ടെ. ഇന്ന് കൂട്ട് കിടത്തിക്കണം കേട്ടാ. ഇന്ന് കൂട്ട് പിടിച്ച് കിടത്തിക്കണം. കൂട്ട് കിടത്തണം. ആരെ കൂട്ട് കിടക്കണം? അമ്മയ്ക്ക് കൂട്ട് കിടക്കാൻ ആള് വേണ്ടേ? അതെന്തിനാ? അല്ലേ ഒന്ന് വിളിക്കേ
ബാ കിടക്കുന്നില്ലേ, വരുന്നില്ലേ? പിന്നെ അവൻ കുഞ്ഞു വെച്ചാ ആ കൂട്ടുകെട്ടാൻ. ആ അമ്മ എനിക്ക് കൂട്ട് വെക്കണ കാര്യം നീ പറഞ്ഞു. ഓഹോ, നേരെ തിരിച്ചു അതങ്ങനെ ആക്കും, അങ്ങനെ ആക്കും. അപ്പൊ അമ്മക്ക് അവിടെ പോയി അപ്പം ഉണ്ടാക്കാനുള്ള, അമ്മക്ക് അവിടെ പോയി അപ്പം ഉണ്ടാക്കാനുള്ള അമ്മ ഇപ്പൊ അപ്പം ഉണ്ടാക്കിയിട്ട് യോമോ തിന്നും അല്ലേ? ഉം? അപ്പൊ അച്ഛനെ വിളിക്കണ്ടല്ലോ, എന്നാ അച്ഛനെ വിളിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പം ഉണ്ടാക്കാത്തപ്പോഴേ. വീട്ടിലോ? ആ ആരാ? അച്ഛനെ വിളിക്കണ്ടല്ലോ അപ്പം മുറിക്കാൻ. വീട്ടിൽ പോകാൻ മേലാഞ്ഞൊന്നും. അല്ലെന്നേ വീട്ടിലേ അപ്പം മുറിക്കാൻ അച്ഛനെ വിളിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഉണ്ടാക്കുന്നില്ലല്ലോ. എനിക്കെൻ്റെ വീട്ടിലാണുണ്ടല്ലോ. എനിക്ക് എൻ്റെ അമ്മയുണ്ട്, നാത്തൂനുണ്ട്, അത് മതി. ആണോ? നാത്തൂൻ്റെ അവർ രണ്ടുമല്ലേ പ്രധാനം. പിന്നെ അവരെ കിട്ടേച്ച് എന്തിനാ ഇങ്ങ പോന്നേ? അവരെ കിട്ടേച്ച് എന്തിനാ ഇങ്ങ പോന്നേ? അവരെ ഇട്ടേച്ച് എന്തിനാ ഇങ്ങ പോന്നേ? ഇട്ടേച്ചോ? ആ ഞാൻ ഇന്ന് പോകുന്നതല്ലല്ലോ. ആ പിന്നെ എന്തിനാ അന്നേ പോകുന്നത്? എന്തിനാ? അവര് നല്ലവരല്ലേ, ഇപ്പൊ അവിടെ നിന്നാ പോരെന്നാ ഞാൻ ഈ ചോദിക്കുന്നേ. ഇന്നലെ ഞാൻ ഇങ്ങനെ എല്ലാവരോടും ചോദിക്കാം, എന്നോട് ഇങ്ങനെ മോശാന്നൊക്കെ പറയുമ്പോ എന്തിനാ ഈ മോശം ഉള്ളിടത്തോട്ട് പോരുന്നേ? ഇന്നലെ വെഞ്ഞാനെങ്ങാണ്ട് ഞാനിവിടെ വന്ന ആ പിള്ളേരും ഉണ്ടായിരുന്നു. പിള്ളേരൊക്കെ പോയി. എന്താ എലിക്കുട്ടി അമ്മേ? എന്നോട് ഇച്ചിരി ദേഷ്യം കേട്ടോ. ഞാൻ ദേഷ്യപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എലിക്കുട്ടി അമ്മയ്ക്ക് ശരിക്കുള്ള ദേഷ്യം എന്താന്നുള്ള ഞങ്ങൾ ഇവിടെ കിടന്ന് പറയണതല്ല. ശരിക്കും ഞാൻ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ എലിക്കുട്ടി അമ്മ എന്നോട് ദേഷ്യപ്പെടും. അതാണ് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല അതെന്താണെന്നൊന്നും. ഞാൻ ഒച്ച പറയണോ ഇങ്ങനെ പറയണോ ഒന്നും അല്ല കാര്യങ്ങള്. ഞങ്ങൾ തമ്മിൽ അടിയുണ്ടാക്കുന്ന പോലെ ഇത് പിന്നെ എന്റെ അമ്മയ്ക്ക് കാണത്തില്ല. ഇപ്പൊ അങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നതാ. ലൈറ്റും ഫാനും എല്ലാം തെളിച്ചിട്ടപ്പോ ഞാൻ വഴക്ക് പറഞ്ഞു. അതുകൊണ്ട് എന്റെ നേരെ മോഹം കയറി വെച്ചിരിക്കുന്നുണ്ടോ? ഇതാണ് ശരിക്കുള്ള എലിക്കുട്ടിയമ്മ, എന്നോട് ദേഷ്യപ്പെട്ടിരിക്കുന്ന എലിക്കുട്ടിയമ്മ. അപ്പൊ ജോമോനെ കൂട്ടുപിടിച്ചാണ്ടോ? എന്നടാ തോണ്ടി നോക്കിയതാ, തോണ്ടിയതാ. വേണം കൂട്ടുകൂടാവും, കൂട്ടുകൂടാ. വീട്ടിൽ ആരെങ്കിലും വരും. പിണക്കം മാറിയോ? പിണക്കം മാറിയോ? അമ്മ വീട്ടിൽ പോകാനായിട്ട് ആരും നോക്കി. ആരമ്മ വരുന്നേ? അവിടെ നിന്ന് ആരാ വരുന്നേ? വീട്ടിൽ നിന്ന് ആരാ വരുന്നേന്ന്? വരാനോ? ആ പിന്നെ അവിടെ ആളില്ലേ? ആര്? നാത്തൂനല്ലേ അവിടെ ഉള്ളൂ? നാത്തൂനല്ലേ അവിടെ ഉള്ളൂ? ഒരാളെ ഉള്ളത് കെട്ടിയിട്ടുണ്ടോ പോലും അറിയത്തില്ല. നാത്തൂനോ? നാത്തൂൻ? ആ പറഞ്ഞ നാത്തൂനുണ്ടെന്ന് പറഞ്ഞ. നാത്തൂല്ല, അമ്മയും അപ്പയുണ്ട്. അമ്മയും അപ്പനും അംഗങ്ങളമാരും നാത്തൂന്മാരും എല്ലാവരും. ആങ്ങളമാരൊത്തിരി അതിന്? എൻ്റെ ചേച്ചിമാരും. അത് പിന്നെ ശരിയാ. ആങ്ങളമാരേതാ? ഒന്നും ഒരു മുറിയും കണ്ടല്ല ഇരിക്കണം. ഒന്നും ഒരു മുറി കൊണ്ടല്ലെന്നിരിക്കുന്നേന്ന്. ഓ അത് ഇപ്പോഴത്തെ ജനറേഷൻ കാര്യമാണ് പറഞ്ഞത്. ഒന്നും ഒരു മുറി. ഞാനാണ് പിന്നെ കാര്യം അങ്ങോട്ട് വിട്ടുപോയെന്ന് ഒന്നും ചോദിക്കാനും പറയാനും ഒത്തില്ല. അത് കാരണം ഞാനങ്ങ് മറന്നും പോയി. അതല്ലെങ്കിൽ എൻ്റെ സംഗതികൾ നേരത്തെ പറഞ്ഞ് എന്നെ സമ്മതിപ്പിച്ച് ഇവിടെ വീട്ടിൽ നിന്ന് വിടിയല്ലായിരുന്നു. ആ വീട്ടിൽ നിർത്തിയാലേ വഴക്കുണ്ടാക്കി അവിടുന്ന് പോന്നതാ, മനസ്സിലാക്കിയോ? വഴക്കുണ്ടാക്കി അവരോട് വഴക്കുണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് പോന്ന, ഇവിടുന്ന് വഴക്കുണ്ടാക്കിയിട്ട് അങ്ങ് പോകും. എവിടെ വഴക്കുണ്ടാക്കി? എല്ലാത്തിനും നിങ്ങളുടെ ജോലി ഇതാണോ? വഴക്കുണ്ടാക്കും. കേട്ടിട്ടില്ല എലിക്കുട്ടിയമ്മയുടെ സ്വഭാവം ശരിക്കും അറിയത്തില്ല. അത് വെച്ച് ഞാൻ പഞ്ചമാവാ. ഇവിടെ പ്രസവരാഴ്ച ഇവിടെ വന്നിരിക്കാനുള്ളതല്ല ഞാൻ, എൻ്റെ വീട്ടിലിരിക്കാനുള്ള. അതെ ആണ്ടാ കിടക്കണം. പ്രസവരാഴ്ച ഇവിടെ വന്നിരിക്കണ്ടല്ല, എലിക്കുട്ടി അവിടെ വന്ന് അപ്പം ചുടണ്ട. ഇവിടെ അപ്പം ചുടാത്തത് കൊണ്ട് പോണം. നിങ്ങൾ വീട് വഴി പോവും. നമുക്ക് പോവാം. അവിടെ പോയി വല്ലതൊക്കെ ചെയ്ത് കഴിക്കേ. ഞാൻ പോവാ. അപ്പമൊക്കെ മുറിച്ച് ഞാൻ പോയി ഇവിടെ ഇരുന്ന് മറ്റുള്ളവരുടെ ക്ലാസ് വെച്ചിട്ട് കാര്യമുണ്ടോ? ആ നീ ക്ലാസ് ചെയ്യൊന്നും വേണ്ട. ചെയ്യാതിരിക്കുന്നുള്ളൂ. അമ്മയുടെ കണ്ടോ അടിയുടെ അടുത്ത് മങ്ങാട് പുളി കണ്ടോ? കണ്ടോ? ഇപ്പം പ്രായം എത്രയുണ്ട്? എത്രയുണ്ട് പ്രായം? പ്രായം എത്രയുണ്ട്? പറ എലിക്കുട്ടിയമ്മ. എന്താ എലിക്കുട്ടിയമ്മക്ക് എത്ര വയസ്സുണ്ട്? വയസ്സ് എത്രയെങ്കിലും ഉണ്ടാകാം. ഇതിപ്പം നിങ്ങളുടെ ഇറങ്ങിയിട്ടെൻ്റെ കാര്യം, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി. എൻ്റെ വയസ്സും പ്രായം ഒന്നും നോക്കണ്ട. എൻ്റെ കാരണവന്മാരുടെയും എൻ്റെ സഹോദരങ്ങളുടെ കാര്യമൊന്നും വിധിക്കണ്ട. ഒക്കെ അവനവൻ്റെ വീട്ടിലുള്ള മക്കളെ കുടുംബത്തിലുള്ളവരുടെ ബന്ധുക്കളും സഹോദരങ്ങളും അവരെയൊക്കെ നയിച്ചാൽ മതി. മറ്റുള്ളവരെ നയിക്കേണ്ട കാര്യം എന്നാ? മറ്റുള്ളവർ വേറൊരു സ്ഥലത്തല്ലേ, അവർക്കത് ആർക്കൊരു ശല്യമുണ്ടോ? അത് ആർക്കൊരു ഉപദ്രവമുണ്ടോ? ചുമ്മാ അവരുടെ കാര്യം നോക്കി ജീവിക്കുന്നവരാ. കണ്ടോ കണ്ടോ? അവരെല്ലാം അങ്ങനെയാ. ഫാനും ലൈറ്റ് ഇട്ടേന് ഞാനൊന്ന് വഴക്ക് പറഞ്ഞതാണ് ഇത്ര പ്രശ്നം ഉണ്ടായിപ്പോയത്. വഴക്ക് പറയേണ്ട കാര്യമില്ല. അതിനെ പോലെ ഒന്നും ചെയ്തുമില്ല, ഒന്നിനും വന്നുമില്ല.
അല്ലെ പിന്നെ അങ്ങനെ ഓർക്കാം. ഇത് ഒന്നുമില്ലാതെ ഇന്നോട്ട് ഇഞ്ചിനീയറോട്ട് പുറത്തോട്ട് ഉരുണ്ട് വന്നാൽ പിന്നെ അച്ഛൻ വരാം. നീ ചുമ്മാ ഉരുണ്ട് കയറില്ല കേട്ടോ. ഉരുണ്ട് വന്നത് നീ ചുമ്മാ ഉരുണ്ട് വരുന്നതിനകത്തിനാ അമ്മയുടെ പറയാം. ആരെങ്കിലും വരുന്നുണ്ടോ നോക്കണായിരിക്കും കൊണ്ടുപോകാൻ. ലോറി പോണ കണ്ടോ? ലോറി പോയാ ലോറി. കേട്ടോ അത് ലോറിയാ നീ ലോറി. ഒരു വണ്ടി നിറച്ചാ. ആ ലോറി മണ്ണും കല്ലുമായിട്ട് പോയതാ. അപ്പോൾ ഇന്ന് അപ്പം മുറി ഇല്ല. അപ്പം മുറി നടക്കുകയില്ല. ഇന്ന് അപ്പം മുറി നടക്കുകയില്ല. അപ്പം മുറി നടക്കുകയില്ല. അപ്പം മുറിയോ? ആ അപ്പം മുറി എവിടെ ഇരിക്കണം? അപ്പം അപ്പം ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ഇവിടെ പുഴുങ്ങിയിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്ന പിന്നെ പുഴുങ്ങുന്നത് എങ്ങനെയാണ്? നിങ്ങൾ വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്ന പിന്നെ പുഴുങ്ങാൻ പറ്റുമോ? വഴക്കുണ്ടാക്കിയത്? ആ അതിനൊക്കെ വഴക്കുണ്ടാക്കണതിനാ അപ്പം പുഴുങ്ങുന്നതിന്. അതൊക്കെ നേരത്തെ ചെയ്യേണ്ടതാ. നേരത്തെ ചെയ്യണ്ട. എന്നാ ചെയ്യാൻ ഞാൻ ചോദിച്ചേ. ആരോടെ ഈ പറഞ്ഞേ എലിക്കുട്ടിപ്പിക്കുക ചെയ്യാമല്ലേ കുട്ട്? ആ എലിക്കുട്ടിപ്പിക്കില്ല അപ്പം പുഴുങ്ങണ നിർബന്ധം. അപ്പം പുഴുങ്ങണ നിർബന്ധമുള്ളവരങ്ങ് പുഴുങ്ങണം. ഇത്രയല്ലേ ഉള്ളൂ അല്ലേ എലിക്കുട്ടിയമ്മ? എടാ പോവാ പുഴുങ്ങാൻ പോകണം. പോവാ അപ്പൊ പുഴുങ്ങിയത് തന്നെയാ. ആവശ്യക്കാർ വേണമെങ്കിൽ ഉണ്ടാക്കി തിന്നോളാനാ പറഞ്ഞേ. എല്ലാം പോയി. അവിടെ ആരും ഇല്ല. ഇവിടെ രണ്ടുപേരേ ഉള്ളൂ. പള്ളിക്കൂടത്തിൽ പോയി. ആ പിള്ളേരെല്ലാം പറഞ്ഞു വിട്ട്. പിള്ളേരൊക്കെ ആയിട്ട് പോയി. അത് പള്ളിക്കൂടത്തിൽ പറഞ്ഞു വിട്ടു. ഇവിടെ ഇരുന്നാൽ മതിയോ? പഠിച്ച് ഗവൺമെൻറ് ജോലി മേടിക്കണ്ടേ? പോവണം. അങ്ങോട്ടോടെ പോവാ? ഇനി അപ്പുറത്തോട്ടോ നോക്കാൻ പോണതായിരിക്കും. അവിടെ ആരും ഇല്ല. ഇനി പോര്. അവിടെ ആരും ഇല്ല. അവിടെ പോവാ. ഞങ്ങൾ തുറന്നോട്ടെ. സന്ധ്യയായിട്ട് അടച്ചപ്പറേ ഇപ്പം അടക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. മഴ പെയ്യുന്നു. മഴ അങ്ങോട്ട് ഇറങ്ങണ്ട. ആ പുറത്തുകൂടെ നടക്കണ ഇരിപ്പല്ലേ. പുറത്തേ മഴ പെയ്യുന്നുണ്ട്. ഒരു വാ അവിടെ പോവാന്ന്. ഞങ്ങള് പോവുകയാണേ. ഞങ്ങൾ പോവുക. എലിക്കുട്ടി പോവുകട്ടാ. അതിനോട് അവിടെ പോയി ഒളിഞ്ഞു നോക്കുമായിരിക്കും. ജനലടച്ചിട്ടേ സാബുൻ്റെ അങ്ങോട്ട് തോന്നുന്നുണ്ട്. പോവുകയാണേ. പോവാന്ന്. അപ്പം പറിക്കാൻ പോവാന്ന്. അപ്പം പറിക്കാൻ പോവാന്ന്. ഞാൻ പോവാട്ടാ. ഞാൻ പോവാ. ആ എന്റെ വീട്ടിലോട്ട് പോവാ. എന്റെ വീട്ടിൽ പോവാ. ആ ഇവിടെ അടുത്താ. ആ എന്നോട് വഴക്കുണ്ടാക്കുമല്ലോ അവിടെ പോയേക്കാം. പോയേക്കുവാ. ഏലിക്കുട്ടിയമ്മ ചുമ്മാ ഉരുണ്ട് വരുവാ. എലിക്കുട്ടിയമ്മ മാത്രം മതി വഴക്കുണ്ടാക്കാൻ. എലിക്കുട്ടിയമ്മ അവിടെ വഴക്കുണ്ടാക്കുക. ആരോട് വഴക്കുണ്ടാക്കാൻ? വഴക്കുണ്ടാക്കണമെങ്കിൽ വേറെ വല്ലവരും വരണം. വഴക്കുണ്ടാക്കാനല്ല, എന്നെ ചോദ്യം ചെയ്യാനാണോ? തോപ്പിക്കാനോ? എന്നെ ചോദ്യം ചെയ്യാനാണോ? ചോദ്യം ചെയ്യാനോ? ആ അല്ല. എനിക്കും അറിയത്തില്ല. ചുമ്മാ അങ്ങ് പറഞ്ഞേക്കുവാ. എനിക്കറിയത്തില്ല. മനുഷ്യൻ കാണിക്കലും പറയണമൊന്നുമല്ല. അല്ലല്ലേ പിന്നെ എന്നതായിരിക്കും? മനുഷ്യൻ ചെയ്യേണ്ടതൊക്കെ ചെയ്യാൻ നോക്കുക. നോക്കി ചെയ്യുക. ഓരോ കൂട്ടം ഓരോരുത്തരെ വിളിക്കുക, പറയുക, ഇങ്ങനെയൊക്കെ ചെയ്യണം. ആണോ? അതൊക്കെയാണ് ആവശ്യം. മഴ അല്ല വഴക്കുണ്ടാക്കുമല്ലോ അല്ലേ? പിന്നെ മഴ തുടങ്ങി. ഇല്ല ഞാനൊന്നും പറഞ്ഞ കുട്ടിയമ്മയോട് ഒന്നും പറയണില്ല. ഇനി നിങ്ങൾ അമ്മമാരും കൂടെ പറഞ്ഞാൽ മതി. ഞാൻ ഇനി ഒന്നും പറയണില്ല കേട്ടാ. അവളെ അപ്പം മുറിക്കാൻ കൊണ്ടുപോകണ്ടല്ലേ അമ്മേ? അവളെ അപ്പം മുറിക്കാൻ കൊണ്ടുപോകണ്ടല്ലേ?
അവളെ അപ്പം മുറിക്കാൻ കൊണ്ടുപോകണ്ട അല്ലേ? കൊണ്ടുപോകാനുണ്ട്. അപ്പം മുറിക്കാൻ കൊണ്ടുപോകണ്ടെന്ന്. ആരെ കൊണ്ടുപോകാൻ? അവളേ എന്നെയോ? അമ്മേനെ അല്ല, അമ്മേനെ കൊണ്ടുപോകാൻ മുറിക്കാൻ പറ്റുമോ? അവളെയോ? ആ, എന്നാത്തിനോ? അപ്പം മുറിക്കാനേ. അപ്പം മുറിക്കാൻ കൊണ്ടുപോകണ്ടേ? അപ്പം മുറിക്കാനോ? ആ, അപ്പം മുറിക്കണം. ഇവിടെ പെണ്ണുങ്ങളല്ലല്ലോ, ആ, ആണുങ്ങളെ. അല്ല പെണ്ണുങ്ങളെ വേണ്ട കൂടെ? ഒരു കാരണവന്മാരില്ലേ അപ്പന്മാരൊക്കെ. ആ അതെ, അല്ല പെണ്ണുങ്ങൾ കൂടെ വേണ്ടേ? പെണ്ണുങ്ങളും കൂടെ വേണ്ടേ? വേണ്ട, അവിടെ ആങ്ങളമാരും നാത്തുമാരും ചേച്ചിമാരും അനിയത്തിമാരും ഒക്കെ ഉണ്ട്. പിന്നെ ഞാനെന്തിനാ? ഇങ്ങോട്ടെങ്ങാരും വരുമെന്ന് പ്രത്യേകിച്ച് ചെയ്യണ്ട. അതിപ്പം അപ്പം ഉണ്ടാക്കാതെ അച്ഛൻ വരുമോ? അവരവരെ വീട് വഴി പോയ കാര്യം നടക്കും. ആ, അപ്പം ഉണ്ടാക്കാതെ അച്ഛനെ വിളിച്ച് അച്ഛൻ വരുമോ? അപ്പം കൊണ്ട് അച്ഛൻ വരികയല്ലോ. അപ്പോൾ അച്ഛൻ കൊണ്ടുവരത്തില്ലല്ലോ, അച്ഛനെ വിളിച്ചാലല്ലേ അച്ഛൻ വരുള്ളൂ. അപ്പോൾ ഉണ്ടാക്കണ്ട. ആ, ഇപ്പോൾ ആരപ്പം ഇനി ഉണ്ടാക്കണം. ആ എലിക്കുട്ടിയമ്മ ഉണ്ടാക്കിയില്ലേ? അപ്പോൾ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊന്നും എല്ലാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ആരും മേടിച്ചിട്ടില്ല. ആ പിന്നെ ഇങ്ങനെ മുറിക്കണേ? പാല് കാച്ചാനുള്ള ശർക്കര ഇങ്ങനെയൊക്കെ എന്തെല്ലാം വേണം. അതിന് എന്നൊക്കെയാ വേണ്ടേ? ഇതൊന്നുമില്ലല്ലോ. മേടിക്കുക എന്നൊക്കെയാന്ന് പറഞ്ഞേ, എന്നൊക്കെയാ വേണ്ടെന്ന് പറഞ്ഞേ? ഇത് പാല് കാച്ചൊന്നും ഉണ്ടായി. പാല് കാച്ചാൻ എന്നതൊക്കെയാ വേണ്ടേ? പാല് കാച്ചാൻ എന്നതൊക്കെയാ വാങ്ങിക്കണ്ടേ? എന്നതാ? പാല് കാച്ചാനായിട്ടേ പാല് കാച്ചണം. ആ എന്നതൊക്കെയാ വാങ്ങണ്ടത്? അത് പാല് മേടിക്കുമല്ലോ. ആ, ഇത് അല്ല ഇത് തുറന്ന തേങ്ങ ചിരണ്ടി അല്ലേ? തേങ്ങ പൊട്ടിച്ച് ആ, തേങ്ങ ചിരണ്ടി പാലെടുത്ത അല്ല വേറെ ഒന്നും കൊണ്ടല്ല അപ്പം പാലുണ്ടാക്കണം. ആ പിന്നെ എന്നാ ചേർക്കണ്ടേ? പിന്നെ അതിനകത്ത് എന്നൊക്കെ ചേർക്കാനുള്ളേ? ഈ പാലൊന്നും കൊണ്ട് വരികയില്ല, ഒന്നും പ്രതീക്ഷിക്കുകയും വേണ്ട. ഇല്ല തേങ്ങ ചിരണ്ടി പാലെടുത്താൽ മാത്രം മതിയോ? വരാനാരുടെ ഇപ്പൊക്കെ വന്നേ. തേങ്ങ ചിരണ്ടി പാലെടുത്താൽ മാത്രം മതിയോ? പാലാവുമോ? അതിനകത്ത് ഏതാണ്ടൊക്കെ ചേർക്കണ്ടേ? അതിനകത്ത് എന്നതൊക്കെയാ ചേർക്കണ്ടേ പാലുണ്ടാക്കാനായിട്ട്? എന്താ പാലുണ്ടാക്കാനായിട്ടേ എന്നതൊക്കെയാ ചേർക്കേണ്ടതെന്ന്? പാലുണ്ടാക്കാൻ ആ, പാല് ശർക്കര മേടിച്ച് നീരവും ചാച്ചിട്ട് ശർക്കരയും മേടിച്ച് പിന്നെ തേങ്ങാപ്പാലും എടുത്തല്ലേ. ആ, എന്നിട്ട് അറിയാമല്ലോ ഉണ്ടാക്കിയ പോരെ. ഇനിയിപ്പോൾ ഏതാക്കെ ഇന്നിപ്പം ഉണ്ടാക്കുന്ന നടക്കുകയല്ല. ആരാ ഉണ്ടാക്കണം? എലിക്കുട്ടിയമ്മ ഉണ്ടാക്കണം. ഉണ്ടാക്കാൻ വല്ലതും ഉണ്ടോ? എലിക്കുട്ടിയമ്മ ഉണ്ടാക്കണം. എലിക്കുട്ടിയമ്മയ്ക്ക് അറിയാമല്ലോ ഉണ്ടാക്കാൻ. ശർക്കരയും തേങ്ങ ഇവിടെ ഉണ്ടല്ലോ. ആ, ശർക്കരയും തേങ്ങായി ശർക്കരയും തേങ്ങ ഇവിടെ ഉണ്ട്. ഞാൻ മിണ്ടണേ. നിനക്കറിയാവോ? ഇല്ല, എനിക്കറിയത്തില്ല. എന്നാൽ പിന്നെ എന്നാ പറയണം? എലിക്കുട്ടിയമ്മ ഉണ്ടാക്കാനേ. എലിക്കുട്ടിയമ്മയ്ക്ക് അറിയത്തില്ലേ? അറിയാലോ, പറഞ്ഞല്ലോ. ഇന്ന് തേങ്ങ പൊട്ടിക്കട്ടെ? ഞാൻ കിടക്കാം. എലിക്കുട്ടിയമ്മ ഉണ്ടാക്കിയിട്ട് എല്ലാവരും കുടിക്കും. തേങ്ങ പൊട്ടിക്കട്ടെ? തേങ്ങ പൊട്ടിച്ച് ചേരണ്ടട്ടെ? എന്നാത്തിന്? പാലുണ്ടാക്കട്ടെ? പിന്നെ അപ്പം മുറിക്കണ കാര്യം പറഞ്ഞേ. അപ്പം കൊടുക്കാനൊക്കെ പാലുണ്ടാക്കി എന്നായി? അപ്പം നമുക്ക് മേടിക്കാന്നേ, ബേക്കറിയിൽ നിന്ന് മേടിക്കാം. ശർക്കരയില്ല. ശർക്കരയൊക്കെ ഇരിപ്പുണ്ട്. ശർക്കര വേണം, ആ ഇതെല്ലാം വേണം. ശർക്കരയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. തേങ്ങ പൊട്ടിച്ച് ചേരണ്ടിയാൽ മാത്രം മതി. എങ്ങനെയാ? പിന്നെ വന്ന അങ്ങോട്ട് പോയോ? അത് വഴിയാ പോണത്. പേടിച്ചിട്ട് ഓടിപ്പോയതാ പേടിച്ചിട്ട്. എലിക്കുട്ടിനെ പേടിച്ച് ഓടിപ്പോയാ? നിർത്തി പറഞ്ഞ കേട്ടോ, ചുമ്മാ പറയുക അല്ലേ? ചിലർക്ക് ഈ പാലെന്നാന്ന് ചിലപ്പോൾ മനസ്സിലാക്കണില്ലായിരിക്കും. പെസകയുടെ അത് കുറച്ച് പേർക്കൊക്കെ അറിയാം, എല്ലാവർക്കും അറിയത്തില്ലായിരിക്കും. എങ്കിലും പെസക അപ്പം മുറിക്കുമ്പോൾ ഈശോയുടെ രക്തമായിട്ട് ഉപയോഗിക്കുന്നതാണ് അല്ലേ? ഈശോയുടെ രക്തത്തിനെ സൂചകമായിട്ട് ഉപയോഗിക്കുന്നതാണ് തേങ്ങാപ്പാലിൽ ഉണ്ടാക്കുന്ന പാല്. അപ്പോൾ ഇന്ന് എലിക്കുട്ടിയമ്മ ചില ദേഷ്യം ആയിരുന്നു. നമ്മൾ ഫാൻ ഇടുന്ന കാര്യം പറഞ്ഞപ്പോഴത്തേനും ഞാൻ അല്ല ലൈറ്റും ഫാനും എല്ലാം നേരത്തെ സ്വിച്ച് മുഴുവനും ഓണാക്കിയിട്ട് അപ്പം ഞാൻ വഴക്ക് പറഞ്ഞു. അതിനാണ് അത് ഓഫാക്കാൻ പറഞ്ഞപ്പോഴാണ് എന്നോട് അത് ഇട്ട എന്നാ കുഴപ്പം എന്നോട് ചോദിച്ചു. എന്നിപ്പോൾ എന്നാ ബാക്കി ഇടാൻ പറഞ്ഞ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അടി മേടിക്കും ഞാൻ പറഞ്ഞു. അവൻ പറഞ്ഞു അടിക്കാൻ ബാക്കിയെല്ലാം അതിനകത്തുണ്ട് പറഞ്ഞാട്ടെ. അപ്പോൾ ഇന്ന് എലിയമ്മ കുട്ടിയമ്മയുടെ ദേഷ്യഭാവങ്ങളാണ് നിങ്ങൾ കാണുന്നത്. നീ കിടക്കാൻ പോവാ. എലിക്കുട്ടിയമ്മ ഉടക്കാൻ പോകാൻ നിൽക്കരുത് കേട്ടോ. എലിക്കുട്ടിയമ്മ നമ്മളെ തേച്ചൊട്ടിച്ചു കളയും. അറിയാൻ പാടില്ല, എനിക്കെല്ലാം അറിയാം. ഇനി കിടന്നാ മതി. നമ്മൾ ജയിക്കുകയല്ലോ ഒരിക്കലും. അപ്പം മുറിയൊന്നും ഉണ്ടായാൽ അപ്പം ഇല്ല, പാലും ഇല്ല, ഒന്നുമില്ല. പാലുണ്ടാക്കാന്ന് പറഞ്ഞില്ലേ? ഇല്ലാണ്ട് ഇതൊന്നുമില്ല.
ഇയാണ്ടി മുറിക്കണം. പാലുണ്ടാക്കാന്ന് പറഞ്ഞല്ലേ? തേങ്ങ ചേരണ്ടട്ടെ? ഏ? തേങ്ങ ചേരണ്ടട്ടെ? എന്നാ പാലുണ്ടാക്കാൻ തേങ്ങ ചേരണ്ടട്ടെ എന്ന്. എന്നാ പാലുണ്ടാക്കാനേ തേങ്ങ ചേരണ്ടട്ടെ എന്ന്. ഈ സമയത്ത് പിന്നെ ഏത് സമയത്താ തന്നെ ചെയ്യേണ്ട വരും എന്നുള്ള ബോധ്യം അമ്മയ്ക്കുണ്ട്. അതുകൊണ്ടാണ് അമ്മ പറഞ്ഞ ഇനിയിപ്പൊ അത് വേണ്ട. ഇവിടെ ഓടും. ഇല്ല ഇവള് കൂടും. ഇല്ല അവള് കൂടും. പിന്നെ ഉണ്ടാക്കാൻ അവള് കൂടുന്നേ. ആർക്കറിയോ? അവള് കൂടും. ജോമോള് കൂടുന്ന്. ഇതൊന്നും ഓർത്തില്ല. അതൊക്കെ എൻ്റെ വീട്ടിൽ കാണും. അല്ലാതെ ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഒന്നും ഇല്ലേ? ഇവിടെ ഉള്ളവരൊക്കെ തന്നെ ഉണ്ടാക്കണേ. ഇവിടുത്തെ കാര്യമൊന്നും എനിക്കറിയില്ല. ഇവിടെ എന്തായാലും പാര ഉണ്ടാക്കണേ? ഇവിടെ ആരും ഉണ്ടാക്കണേ? ഇവിടെയേ എൻ്റെ കാരണന്മാരൊക്കെ അവിടെയല്ലേ? എവിടെ? അവിടെയല്ലേ കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ ഇവിടെ ആരും ഉണ്ടാക്കണേ? ഇന്നലെ അങ്ങനെയാണ്. ഇവിടെ ആരും ഇല്ലല്ലോ ഇവിടെ ഉണ്ടാക്കാൻ. പറ്റും ഒന്നും ഒരു മുറി ആളൊക്കെ ഒരു കാര്യം നടത്താം. എല്ലാവരും വിളിച്ചു കൂട്ടാനേ. തേങ്ങയോ? തേങ്ങയല്ലേ, മാങ്ങ. ണ്ടല്ലേ അപ്പം പുഴുങ്ങിയത്. പിന്നെ എന്തിനാ ഈ വേഴാഴ്ച പുഴുങ്ങണത്? വർഷത്തിൽ ഒന്നേ ഉള്ളൂ. വർഷത്തിൽ ഒന്നേ ഉള്ളൂ. അതാ പറഞ്ഞേ. ആ അമ്മ തന്നെയല്ലേ ഇതെല്ലാം പറയണത്. പിന്നെ അപ്പം പുഴുങ്ങച്ചൊന്നും ഇപ്പം വേണ്ട. ആ പിന്നെ അമ്മ തന്നെയല്ലേ ഇതൊക്കെ പറഞ്ഞത്. പുഴുങ്ങാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായപ്പം മാറ്റി. അത് കഴിഞ്ഞിപ്പോൾ വേണമെങ്കിൽ പാല് കാച്ചി റൊട്ടി മേടിക്കോ അല്ല അപ്പം മേടിക്കോ വല്ലതും ചെയ്യാം. ഞങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല. റൊട്ടി മേടിച്ചാൽ മതിയെന്നേ. പാല് കാച്ച ഈ പാലുണ്ടാക്കണോ? ഇത്തവണ പുഴുങ്ങണോ? പാല് കാച്ചത് അതോ പാരമ്പര്യമായിട്ടുള്ള ആരാത് ഉണ്ടാക്കണേ? ആരാത് ഉണ്ടാക്കണേ പാല് കാച്ചണേ? പാല് ഇനി എന്തിനാ നോക്കണം? അങ്ങോട്ട് നോക്കി പറ. അപ്പോ പാല് അറിയാവേ. മുറിച്ച് തന്നെ അറിയാവേ. പാല് എനിക്ക് കൊണ്ടിട്ടുണ്ട്. ഞാൻ പിണങ്ങിയിരിക്കുമെന്ന് അറിയാം. പിന്നെ എനിക്ക് കൊള്ളിയതേ. അപ്പം മേടിച്ചാൽ മതിയോ? അപ്പം മേടിച്ചാൽ മതിയോ? അപ്പം മേടിച്ചാൽ മതിയോ ഒന്ന്? റൊട്ടി മേടിച്ചാൽ മതിയോ ഒന്ന്? അപ്പം മേടിച്ചാൽ മതി. റൊട്ടി കൊണ്ട് കിട്ടും. അതിനായിട്ട് പ്രത്യേകം ഉണ്ടാക്കി അതാ സീസണിലേ കിട്ടുള്ളൂ. പെസകായുടെ സമയത്തേ ആ റൊട്ടി കിട്ടുള്ളൂ. അല്ലാതെ മുഴുവൻ സമയം കിട്ടത്തില്ലത്. ആരും മേടിക്കുകയല്ല. പണ്ടൊക്കെ റൊട്ടിയൊക്കെ മേടിച്ച് പുഴുങ്ങാൻ കാരണവന്മാരെ കൊണ്ട് പറ്റിയാലും മുറിച്ച് പിന്നെ പാല് മാത്രം കാച്ചും. എന്നോട് പറയണ്ട, അങ്ങ് പറഞ്ഞാൽ എന്റെ നേരെ നോക്കണ്ട. ഇനിയിപ്പം ഇങ്ങനെ ഇന്നത്തെ തലമുറ എങ്ങനെയാ വരുള്ളൂ? നീ അങ്ങനെയൊക്കെ പറ്റുള്ളൂ. സമയമില്ലല്ലോ. ആരും ഒന്നും ഉണ്ടാക്കുക. ആർക്കും നേരമില്ല. നീ ഇപ്പം എല്ലാവരും മേടിച്ചുണ്ടാക്കുക. ഉണ്ടാക്കുന്നവർ തന്നെ ഉണ്ടാക്കുക. ഒന്നും അറിയത്തുമില്ല. ഒന്നും അറിയത്തില്ല. ഈ തലമുറയോട് കൂടിയൊക്കെ തീർന്നു. ഇനി പിള്ളേർക്ക് സമയമില്ല. നീ എല്ലാവരും ഓടി നടക്കുമല്ലേ? തന്നെയല്ലേ അവർക്കൊന്നും ഉണ്ടാക്കാനും അറിയത്തില്ല. ഇനി സാധനങ്ങളൊക്കെ എങ്ങനെ ചേർക്കുന്നത്. ഇരിക്കുവാണ് വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട്. വഴക്കുണ്ടാക്കുന്നില്ല. അല്ലല്ലേ ആർക്കെങ്കിലും അറിയാം എപ്പോഴാണ് ഇങ്ങനെ നല്ല സ്നേഹത്തോടെ ആയിരിക്കും ഒരു വീട്ടിൽ നിന്ന് പറയാൻ പറ്റുമോ? എങ്ങനെ അത് കള്ളത്തരമല്ലേ ഇത്? അല്ലേ കുട്ടിയമ്മ? ഒരു അമ്മായിയമ്മയും മരുമകളും എപ്പോഴും നല്ലപോലെ സ്നേഹത്തിൽ മാത്രമാണോ ഇരിക്കുന്നത്? അല്ല എവിടെയായാലും അമ്മായിയമ്മയും മരുമകളും എപ്പോഴും സ്നേഹത്തോടെയാണോ ഇരിക്കുന്നത്? അല്ലല്ലോ. അമ്മയുടെ അമ്മയും നല്ല സ്നേഹത്തിലായിരുന്നോ? പറഞ്ഞു എന്ന് കേക്കട്ടെ. അമ്മയുടെ അമ്മായിയമ്മ നല്ലതായിരുന്നോ? അമ്മയുടെ അമ്മായിയമ്മേ നല്ലതായിരുന്നോ? അതിനെന്നാ കുഴപ്പം? ഇപ്പൊ ഒരു കുഴപ്പമില്ല. അവരൊക്കെ കേട്ടിട്ടുള്ളതാ. പണ്ട് പറഞ്ഞിട്ടുള്ളതൊക്കെ പണ്ട് പോലെ കേട്ടോ. കണ്ടോണ്ടിരിക്കുന്നവർക്കൊക്കെ അറിയാം. എന്നാ ചെയ്യാനോ? അല്ല ചോദിക്കുവേ ഇതേ ഭക്ഷണത്തിൽ മാത്രമല്ലാതെ വേറെ എന്നാ ചെയ്യാനുള്ള കെട്ടിക്കൊണ്ട് തന്നെ പെണ്ണുങ്ങൾക്ക് ഭക്ഷണം കുടിക്കല്ലേ? ഭക്ഷണങ്ങൾക്കൊക്കെ സമയത്ത് അവർ ഉള്ളതൊക്കെ കൂട്ടൊക്കെ കൊടുത്തില്ലെങ്കിൽ പിന്നെ അവരുടെയൊക്കെ ജീവിതം എന്താ? അതുകൊണ്ടായിരുന്നു തോന്നുന്നു ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എന്നോട് ഒന്നും കാണിച്ചിട്ടില്ല. ഉണ്ടാക്കി തിന്നാൻ പറ്റില്ല. പണ്ട് മുതൽ അങ്ങനെ അമ്മായിമ്മ അത് അനുഭവിച്ചുകൊണ്ടായിരിക്കും. അല്ല അത് അവർ എവിടെ ആണെങ്കിലും വീട് വഴി നമ്മുടെ വീട് വഴി അവിടെ ചെന്നാലും ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ആരോടൊന്നുമില്ല. നമ്മുടെ ചേർത്തിനിത്തിമാരെ വീട് വഴിയാണേലും എന്തോരം ഉണ്ടെങ്കിലും കഴിച്ചോളാനേ പറയുള്ളൂ. എന്തോരം വേണേലും ആരും മതിയല്ല. അപ്പനും അമ്മയും മക്കളും ഒക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ പണക്കങ്ങളൊക്കെ ഉണ്ടാവും. എന്തൊരു കാര്യമൊന്നുമില്ല. എന്നാ
ഇനി വരവൊന്നുമില്ലെന്നാരും കൊണ്ടുപോകാനും വലിയ വലിയ ഇനി ഇവിടെ പ്രായമൊക്കെ ആയിപ്പോയി കഴിഞ്ഞാൽ ആർക്കും ഒന്നും വേണ്ട. ഇനിയൊന്നുമില്ല. ആ ഇല്ല, അതറിയത്തില്ലേ എലിക്കുട്ടിയമ്മയ്ക്ക് ഇത്രയും ലോകം ഭരിക്കാനുള്ള എലിക്കുട്ടിയമ്മയ്ക്ക് അറിയത്തില്ലേ? ഓരോ പരിപാടികളൊക്കെ വേണ്ടെന്ന് വെക്കോ എല്ലാരും. ആ പ്രായമൊക്കെ ആയി കഴിയുമ്പോഴേ ആർക്കും വേണ്ട. ഞാൻ ഇന്നാളും പറഞ്ഞതല്ല, ആരോഗ്യമുള്ളപ്പോ എല്ലാവർക്കും മതിയെന്ന്. ആരോഗ്യമൊക്കെ ഉള്ളപ്പോൾ എല്ലാവർക്കും മതിയെന്നേ. ആരോഗ്യമൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആർക്കും വേണ്ട. ഇത് എന്റെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ്. അതിന് അങ്ങനെയുള്ള ഇട വരുത്തരുത് അല്ലേ? അതൊക്കെ ഒരു വർഷം ഒരു കാലാവസ്ഥ ഉണ്ട്. ആ കാലാവസ്ഥയ്ക്ക് മാത്രമേ ചെയ്യുള്ളൂ. എന്ത് ഇതെവിടെ പോയി? എല്ലാവരും ഒന്നും ചെയ്യേ. 2 മണിയായല്ലോ, ഒരു പണി ഇന്ന് ചെയ്തില്ല കേട്ടോ. രാവിലെ ഏതാണ്ട് തിന്നാനുള്ളതൊക്കെ ഉണ്ടാക്കി കൂട്ടി വെച്ച് 3 നേരം പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പണിക്ക് പോയില്ലെന്ന്. മഴയായിരുന്നു രാവിലെ മുതൽ മഴയല്ലേ? വിശപ്പും തോന്നണില്ല. 3 നേരം കുത്തി വെച്ചോ? ആരാ? ആ നീയല്ല പറഞ്ഞു. 3 നേരത്തേക്കുള്ളത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നാ പറഞ്ഞ. തിന്നാൻ 3 പ്രാവശ്യം 3 നേരം തിന്നാനുള്ളത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നാ പറഞ്ഞേ. ഇപ്പോഴോ? ആ രാവിലെ ഉണ്ടാക്കിയതാ. എന്നാ തിന്നാവല്ലോ. അന്ന് എലിക്കുട്ടിനെ വിളിച്ചില്ല ഉച്ചയ്ക്ക് അരിഞ്ഞു പിടിക്കാൻ. പിന്നെ എന്റെതൊക്കെ വെച്ചേക്കണം. എന്നാ തരട്ടെ തരട്ടെ? ഞങ്ങൾക്ക് തന്നേര്. ആഹാ, നേരത്തെ വെച്ചപ്പോ എനിക്ക് വേണ്ടെന്ന്. തിന്നാനുള്ള തിന്നാതെ വെച്ചോണ്ട് കളയാൻ പറ്റും. മധുരമുള്ളതൊന്നും അല്ല കേട്ടോ, മധുരമുള്ളതൊന്നും അല്ല. അതോർത്തായിരിക്കും വേണേ പറയുന്നത്. കഞ്ഞിയാ. കഞ്ഞിയാ? ആ കഞ്ഞിയാണോ? കഞ്ഞി കഞ്ഞി എന്നെങ്കിലും ആട്ടെ. വിശക്കാൻ തുടങ്ങിയതാ. മേടി ചോദിച്ചപ്പോ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേ അപ്പൊ രാത്രിയല്ല ശകലം കഴിക്കാന്നുള്ളോ? രാത്രിയല്ല ഇപ്പൊ ഉച്ചയാ. ഇത്ര നേരമായിട്ട് ഒരെണ്ണം പോലും ഇല്ല. ഒരെണ്ണം പോലും വരാനില്ല. ആരെങ്കിലൊക്കെ വന്നേ എലിക്കുട്ടീനെ കാണാനായിട്ട്, അല്ല എലിക്കുട്ടീനെ കൊണ്ടുപോകാൻ. എതിലേ പോയേ? ആ ആരൊക്കെ ഇതിലേ പോയി? ആരാ? സാബുവാണോ വരുന്നേ? സാബുവാണോ വരുന്നേ? എന്നാ കൊണ്ടുപോകാൻ സാബുവാണോ വരാന്ന് പറഞ്ഞേ? സാബു ആണോ വരാന്ന് പറഞ്ഞത്? വരാവുന്നോ? ആ പറഞ്ഞത് വരാമെന്ന് പറഞ്ഞോ? ആ എന്ന് പറഞ്ഞോന്നാ ചോദിച്ചേ? ആരാന്നാ ചോദിച്ചേ? എപ്പോഴാ? എലിക്കുട്ടി ആരാണ്ട് വരുന്ന കാര്യം പറഞ്ഞില്ലേ? എന്നാണോ പറഞ്ഞത്? ആ എന്നോട് പറഞ്ഞല്ല, അമ്മയോട് പറഞ്ഞിരിക്കണമെന്നാ ചോദിച്ചേ. ഇന്നലെ വൈകിട്ടോ? ഇന്നലെ വൈകിട്ടാണോ? എനിക്കറിയത്തില്ല. ആര് വരും എന്ന് പറഞ്ഞുകൊണ്ടോ ചോദിച്ചതാ. അതങ്ങ് വിളിച്ചെല്ലാവരും അങ്ങ് മറ്റുള്ളവരെ അങ്ങ് കൊണ്ടുപോയി അവരുടെ വീട്ടിലോട്ട് കൊണ്ടുപോയാൽ മതിയാണ്. ആ മതിയായിരുന്നു. എല്ലാ പരിപാടിയും അവിടെ ഇല്ലേ? ഏതാണ്ട് പ്രത്യേകം ഒന്നും ഉണ്ടാക്കണ്ട. വേണ്ട, പിന്നെ ഭക്ഷണം ഉണ്ടാക്കണ്ടേ? എവിടെ ചെന്നാ നിക്കിയല്ലോ, അതല്ലേ കുഴപ്പം. ആരെങ്കിലും കൊണ്ടുപോകാന്ന് വെച്ചാൽ അവിടെ പോയി നിക്കിയല്ലോ. എവിടെയെങ്കിലും പോകാന്ന് വെച്ചാൽ ആരെങ്കിലും കൊണ്ടുപോകാന്ന് വെച്ചാൽ നിക്കിയല്ലോ. ഒന്നും പറ്റിയില്ല. എലിക്കുട്ടിയമ്മയുടെ വീടിതാ. എലിക്കുട്ടിയമ്മ എവിടെ വിട്ടെങ്ങും പോയില്ല. എലിക്കുട്ടിയമ്മ നേരത്തെ എങ്ങും പോയിട്ടില്ല. ഗ്യാസ് കുറ്റിയാ? ഗ്യാസ് ഇപ്പൊ വന്നാ. ഇപ്പൊ വന്നാന്ന്. ഗ്യാസ് വന്നല്ലേ. അവിടെ ഇട്ടാ എന്നാ സംഭവിക്കൂബേ? അമ്മ പറയേ, നേരത്തെ അമ്മ പറയാ മഴയത്ത് ഗ്യാസ് കുറ്റി അവിടെ ഇരിക്കണ കണ്ടുകയും പറയും. ആ മഴയെല്ലാം നനഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്യാസ് കത്തുവോ? എലിക്കുട്ടിയമ്മ ഗ്യാസ് കുറ്റി ഇവിടെ ഇട്ടിട്ടാണ്. ആ അത് അവര് കൊണ്ട് ഇറക്കിയിട്ടിട്ട് പോയതാ വണ്ടിക്കാര്. ഇനിയിപ്പോ നല്ലപോലെ ഉണക്കാതെ കത്തുവോ? കത്തിയല്ല. അത് ഉണങ്ങുമൊന്നും വേണ്ടമ്മേ. വിവരമില്ലാത്ത ഏതാ അമ്മ? അതേ അത് ഗ്യാസ് കുറ്റിക്കകത്തല്ലേ, ഇരുമ്പാ. അത് തുരുമ്പൊന്നും അല്ല, ഇത് നനഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുറ്റിക്കകത്തല്ലേ ഗ്യാസ്, ഇനി എന്താ കുഴപ്പം? കുറ്റിക്കകത്താ ഗ്യാസ് ഇരിക്കുന്നത്. അമ്മ എപ്പോഴും വണ്ടി പോണെന്ന് പറയുന്നു. പോകാം നമുക്ക് ജോമാനെ ഒന്ന് പോകാം. എവിടെയാ പോകുന്നേ? ജോമൻ കൊണ്ടുപോയിട്ട് പോയത് തന്നെയല്ലേ? വീട്ടിലോട്ടങ്ങാൻ പോവാം. കൊണ്ടുപോയിട്ട് പോയത് തന്നെയാ. വീട്ടിലോട്ട് പോകാന്ന് കഞ്ഞിയെടുത്ത് വിട്. പിന്നെ എല്ലാ കാര്യവും വരികയായി. എല്ലാ കാര്യം കൃത്യമായിട്ടിരിക്കണമെങ്കിൽ വീട്ടിൽ പോകണം. വരികയല്ല എന്നാലും നമുക്ക് അങ്ങോട്ട് പോവാം അല്ലേ? ഇങ്ങോട്ട് ആരും വരുന്നില്ല, നമുക്ക് അങ്ങോട്ട് പോയേക്കാം. വീട്
ഏ പോകാം. ചെന്ന് കഴിയുമ്പോ അവർക്ക് ഇഷ്ടപ്പെടുമോന്ന് അറിയത്തില്ലല്ലോ. ആ അതിലെ കുഴപ്പം. ഒറ്റ എണ്ണം മതിയില്ല. ചെന്ന് കഴിയുമ്പോൾ ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ലല്ലോ. വ്യാഴാഴ്ച എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിവില്ലെങ്കിൽ പിന്നെ എന്നതാ അയ്യോ ഏറ്റവും വലിയ കാര്യമാണ്. അതെ വണ്ടിയാ പോകണം. വാ വാ. വഴക്കുണ്ടാക്കി എനർജി എല്ലാം തീർന്നു പോയി. ഇനി ഭക്ഷണം അകത്തി അല്ലണം. ഏ ഇതാരാ? വാ കഞ്ഞി കുടി. ഇവിടെ ഒന്നുമില്ല. ആ അവിടെ ഒന്നും ഇല്ലെന്നേ. അവിടെ പഠിക്കാൻ പോയില്ലേ? ഹോസ്റ്റലില്ലേ പിന്നെ എന്നാ? ഒന്ന് കഴിക്കേ. വാ. പോയി കഴിച്ചോ എലിക്കുട്ടി. എന്നാ പറഞ്ഞേ? അവിടെ പോയി കഴിച്ചോ. ഞാൻ വരുവാന്ന്. ഏ? ഞാൻ വരുവാ. പോയി കഴിച്ചോ. വരുവാന്നേ. പൊക്കോ. അവിടെ ഇരുന്നോ. അവള് വരുവാന്ന്. പൈസ എവിടെ വെച്ചാണ്? ഇതാ കുടിക്കാൻ പോകണം. പിന്നെ കൊണ്ടോ പെണ്ണിൻ്റെ കൊടുക്കുന്നില്ലേ? ഇങ്ങേർക്കോ കൊടുക്കണോ? ആ ചോദിക്കും. അമ്മ ചോദിക്കും. അത് നോക്കിക്കോളൂ, എനിക്കറിയത്തില്ല. അമ്മ ചോദിച്ചേ. കഞ്ഞി വേണമെന്ന് അല്ലേ? അത് പട്ടിണിയാമേ. ഏ? അതെ ഭക്ഷണം കഴിക്കത്തില്ല. എന്നാ അത് ഇതിങ്ങനെ ഉപവാസ. അതിനെ കഴിക്കാൻ വരാത്ത ഉപവാസാന്ന്. ഉപവാസം. ദിവസത്തില്ലേ 2 പ്രാവശ്യം കഴിക്കുള്ളൂ. എന്നാ പ്രത്യേകിച്ച് ഉപവാസം. അതെന്നാ ചോദിരും. ഉപവാസം ഇരുന്നിരുന്ന് ഇപ്പം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ജോമനൊന്ന് പറയുകയാണെങ്കിൽ പറയാം എനിക്കതറിയാന്ന്. വിട്ടും തരികയില്ല. പണ്ടും അങ്ങനെയല്ലേ? സമ്മതിച്ച് തരികയല്ലോ. ഇനി ഞാൻ ഇത് മാത്രം ഉപ്പ് ഒഴിച്ചിട്ടൊന്നുമില്ല അയലക്ക്. പക്ഷെ നല്ല ഉപ്പാ. ഈ ഉപ്പും ഞാൻ ഇട്ട് വെച്ചിരുന്നാണ്. അത് അമ്മമാർ ഉപ്പിലിട്ട് വെക്കുന്ന മീനാ. ഐസിൻ്റെ കൂടെ ഉപ്പിട്ട് വെച്ച് വേണം. അതാണ് ഉപ്പിറങ്ങി വരുന്നത്. വിശ്വസിച്ചിട്ട് തിന്നാൻ പുള്ളിയല്ലേ? ആ അതേന്നേ. അതല്ലേ ഇവിടുത്തെ കുഴപ്പം. ഒരു ഫുഡ് ഐറ്റം മേടിച്ച് ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റിയത്. കേട്ടാ ഫ്രഷ് പോലെ തോന്നുകയും ചെയ്യും. ഒരു രുചിയില്ല. അതങ്ങനെ വെച്ചോണ്ടായിരിക്കുന്നേ. പഴയ മീനായിരിക്കും. ഭയങ്കര ഉപ്പാ. ആ അത് സമന കഞ്ഞി കുടിച്ചേ കൊടുക്കാൻ പാടായിരുന്നു. ഉണ്ടോ? സാധനമൊക്കെ ഉണ്ട്. പക്ഷെ അതിന് വേണ്ടെന്ന്. ഉച്ചയ്ക്ക് കഴിപ്പില്ല. അതിനാ നമ്മൾ കഴിക്കാൻ നോക്കി നിൽക്കുക. കഞ്ഞി കുടിച്ചോ? ഇല്ല കഞ്ഞി കുടിച്ചില്ല. ആ എന്നാൽ പിന്നെ കുടിക്കാൻ പാടില്ല. ഓ ഇനി വേണ്ടെന്നേ. കഞ്ഞി കുടിക്കാൻ മാത്രമുള്ള പണിയൊന്നും പറമ്പിൽ പണിയൊന്നും ചെയ്യുന്നില്ലല്ലോ. എന്നെങ്കിലും ഇച്ചിരി എന്നെങ്കിലും കുറച്ച് കുടിക്കുക, കഴിക്കുക. 11 മണിയായി 12 മണിയായപ്പോഴാണ് കപ്പ തിന്നത്. കപ്പ തിന്നോ? പിന്നെ ചോദിക്കാൻ മേലഞ്ഞ് വേണം. ആരോടാ? യോമാന് കഞ്ഞി വേണോ? എനിക്ക് വേണ്ട. ഞാൻ ചോദിക്കാഞ്ഞിട്ടാണോ? അതിന് വേണ്ടെന്ന്. സമാധാനമായോ? എല്ലാം കഴിച്ചോ? അത് രാവിലെ കഴിച്ചതാണ്. ഉച്ച 12 മണിയായപ്പോഴാണ് കഴിച്ചത്. രാവിലത്തത്. ഇരിക്കോ? അതിന് വിശപ്പില്ലെന്ന്. ഭക്ഷണം കഴിക്കാഞ്ഞിട്ട് വായിക്കോട്ടെ. ആയിക്കോട്ടെയോ? ആഹാ. അമ്മ പറഞ്ഞ അങ്ങനെയാ. കിടക്കുന്ന സമയമായി. ആ ഉറക്കം വരുമ്പോൾ ശരിയാ. ആ പക്ഷേ കിടക്കുന്ന സമയമായി. അതുകൊണ്ടാണ് ചായ കുടിക്കുന്ന സമയത്ത് എനിക്ക് സമയമാകുമ്പോൾ എങ്ങനെയുണ്ടാവും വൈകുന്നേരം ചായ കുടിക്കുന്ന സമയത്ത് ചായ കുടിച്ചാൽ എനിക്ക് വായിക്കോട്ടെ വരും. അപ്പൊ അമ്മ ഇരുന്ന് കാണുവാണ്. അമ്മ പറയും ചായ കുടിക്കേണ്ട സമയമായിരുന്നു. അത്താഴം കഴിക്കേണ്ട സമയം വായിക്കട്ടെ വിടുന്ന അമ്മ പറയും അത്താഴം കഴിക്കേണ്ട സമയം കഴിഞ്ഞു പോയെന്ന്. അമ്മയ്ക്ക് എല്ലാത്തിനും അങ്ങനെയാ. കറിയൊന്നും കൂട്ടുന്നില്ലേ? കറിയൊന്നും കൂട്ടുന്നില്ലേന്ന്? പുളിശ്ശേരി മോര് മാത്രം മതിയല്ലേ? മീനെ തൊട്ടാണ് ഇച്ചിരി കണ്ട് തൊട്ടി വെച്ചിട്ടുള്ളൂ. ഒത്തിരി കറിയല്ലേ പണ്ടും കൂട്ടിയില്ല. പണ്ടും കറിയധികം കൂട്ടിയില്ലായിരുന്നു. നമ്മളൊക്കെ ഉപദേശിക്കും മീനെ പട്ടിക്ക് കൊടുക്കണ്ടേന്ന്. ഏതാ?
ഇതൊന്നും വട്ടിക്കൊടുങ്ങൂടാ. എന്നാ വേഗം തിന്നേ. അത് നാളെ കൂട്ടാം. നാളെ കൂടി ചീത്തയായി പോവും. അത് കേടായി പോയില്ലേ? ആ കൈയിട്ട് വെച്ചതൊക്കെ സാധനം ചീത്തയായി പോയല്ലേ. പിന്നെ കൈക്കിട്ട് ഇളക്കി വെച്ചതൊക്കെ ചീത്തയായി പോയല്ലേ. ചീത്തയാവുക. ആ അത് എലിക്കുട്ടിക്ക് അറിയത്തില്ലേ, ബാക്കി എല്ലാ കാര്യം അറിയാമല്ലോ. അല്ല കണ്ടുമാനം ചെയ്യാൻ കൊടമ്പുളി തേങ്ങാപ്പാലും ഒക്കെ ചേർത്ത് കറി വെച്ച് അവർ കൊണ്ടുപോയി. 10 ദിവസത്തേന് ഇരിക്കുന്നു കറി. ഒരു ദിവസം തിന്നായിരുന്നു. ഒരു ദിവസം തിന്നു. ഒരു ദിവസം കൂടെ തിന്നു. ഒരു ദിവസം തിന്നു. കുറച്ചേന്നുള്ളൂ. കളിച്ചു വെച്ചില്ല അതിൻ്റെ ഇതാ കൊടുക്കാൻ പറ്റത്തില്ല. കൊടുന്ന് വെറുതെ വേസ്റ്റ് ആക്കി കളയും. ശകല കൊടുത്താൽ മതി. കഷ്ണം. അതിൻ്റെ പട്ടിക്ക് പോകും. പക്ഷെ കഴിഞ്ഞ ദിവസം വറുത്ത് ഞാനിവിടെ ഇല്ലായിരുന്ന സമയത്ത് ഞാൻ ഇവിടെ വറുത്ത് വെച്ചിട്ട് പോയില്ലേ, തോരനൊന്നും കൊടുത്തില്ല. മീൻ മാത്രം എടുത്തത്. വിവാൻ അറിയാം പുളിശ്ശേരി ഇതും അതെല്ലാം ചെയ്തിട്ടാവും കൊടുത്തെന്നറിയാവോ. അതിന്റെ കഷ്ണം വെച്ചിട്ട് ഇങ്ങനെ അടർത്തി വെച്ചു കൊടുത്തു. എന്നിട്ട് മുള്ളെടുത്ത് കളഞ്ഞ് എന്നിട്ട് കൊടുത്തെന്ന് പറഞ്ഞു. എന്നിട്ടില്ലേ തോരന് ഒരു ഇച്ചിരി പുളിക്ക് കൊടുത്തെന്ന് പറഞ്ഞു. ആ മീൻ മൊത്തം എടുത്ത് തിന്നു. വറുത്തതുമായിരുന്നു. എനിക്ക് വേണ്ട, ഈ അവിടെ വെച്ച് നമുക്ക് പട്ടിക്ക് കൊടുക്കാം. വിവാൻ ഇവിടെ വന്നപ്പോഴേ പറഞ്ഞു എലിക്കുട്ടി അമ്മയ്ക്ക് നീ മുഴുവൻ തിന്നു. ഞാൻ ഇങ്ങനെ എടുത്തു കൊടുത്തേന്ന്, മുള്ളു കളഞ്ഞിട്ട് എടുത്തു കൊടുത്തു. എലിക്കുട്ടിയമ്മയുടെയും കുടുംബത്തിൻ്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക. സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.